എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് ചിങ്ങം രാശിക്കാർക്ക് കൊല്ലവർഷം 1200 ആണ്ട് എങ്ങനെയെന്നാണ് പറയുന്നത്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം എന്നിവ ഉൾപ്പെടുന്നതാണ് ചിങ്ങം രാശിയിലെ നക്ഷത്രങ്ങൾ. ഇവർക്ക് പുതുവർഷത്തിലെ ഗ്രഹസ്ഥിതി ആദ്യം ഒന്ന് പരിശോധിക്കാം. സൂര്യൻ 12ാം ഭാവത്തിൽ നിന്ന് ജന്മരാശിയിലേക്ക് പകർന്നു. ജന്മരാശിയായ ചിങ്ങത്തിൽ സൂര്യനെ കൂടാതെ വക്രഗതിയിൽ ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുണ്ട്. 2ാം ഭാവത്തിൽ കേതു, 7ാം ഭാവത്തിൽ ശനി, 8ാം ഭാവത്തിൽ രാഹു, 10ാം ഭാവത്തിൽ വ്യാഴവും ചൊവ്വയും. ഇതാണ് ചിങ്ങൻ രാശിക്കാരുടെ പുതുവർഷ ഗ്രഹസ്ഥിതി. അതിൽ ജന്മരാശിയിലേക്ക് സൂര്യൻ വരുമ്പോൾ അതിൻ്റേതായ ഒരു പ്രഷർ അവർക്ക് ഫീൽ ചെയ്യും. എങ്കിലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളെ അപേക്ഷിച്ചിട്ട് ഈ മാസം അവസാനത്തോടുകൂടി, ഈ മാസം ഏപ്രിൽ 26 ഈ അവസാന ആഴ്ചയോടുകൂടി ഇവർക്കൊരു ആശ്വാസം കിട്ടുന്നതായിരിക്കും. ജന്മരാശി ശുക്രൻ സഞ്ചരിക്കുന്ന കാലത്ത് സുഹൃത്തുക്കളിൽ നിന്നോ പ്രണയ പങ്കാളിയിൽ നിന്നോ ഒക്കെ സന്തോഷകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ജൂലൈ 31 തീയതി മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള സമയമാണ് ശുക്രൻ ഈ ജന്മരാശി സഞ്ചരിക്കുന്നത്. ആ സഞ്ചരിക്കുന്ന കാലം പല വിധത്തിലുള്ള സന്തോഷം, നല്ല ഭക്ഷണം, മാനസിക സന്തോഷം, സുഹൃത്തുക്കളിൽ നിന്നും പ്രണയ പങ്കാളിയിൽ നിന്നൊക്കെ സാമീപ്യവും പരിചരണവും ഒക്കെ കിട്ടുന്ന ഒരു നല്ല സമയമാണ്, ഒരു ആഹ്ലാദകരമായ സമയം. ഈ സമയത്ത് വളരെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള സമയത്തിലൂടെയാണ് ഈ രാശിക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് അതൊരു ആശ്വാസകരമായ ഒരു വാർത്തയാണ്. ബുധൻ വക്രഗതിയിൽ ജന്മരാശി നിൽക്കുന്ന ആശയവിനിമയത്തിന്, നമ്മുടെ ജോലി സ്ഥലത്തുള്ള നമ്മുടെ ആശയവിനിമയത്തിന് ചില വൈകല്യങ്ങൾ ആ പ്ലേസ്മെൻറ്റ് വരുത്തും. അതുകൊണ്ട് ജോലി സ്ഥലത്ത് ഒഫീഷ്യലായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക, അബദ്ധങ്ങൾ പറ്റാതെ ശ്രദ്ധിക്കുക. ഇനി ഇവരുടെ നമുക്ക് ഈ ഒരു പുതുവർഷം പൊതുവിൽ എങ്ങനെയാണെന്ന് നോക്കാം. എന്തായാലും പുതുവർഷം ആരംഭിക്കുന്ന ഇവർ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വന്നിരുന്ന സംഘർഷഭരിതമായ അവസ്ഥകൾക്ക് ഒരു ആശ്വാസവുമായിട്ടാണ് പുതുവർഷം തീർച്ചയായിട്ടും ചിങ്ങരാശിക്കാർ തേടിയെത്തുന്നത്. ഇനി ഇവരുടെ പൊതുവിലുള്ള ഒരു വർഷം എങ്ങനെയെന്ന് ഒന്ന് പരിശോധിക്കാം. ചിങ്ങരാശിക്കാർക്ക് അവരെ സംബന്ധിച്ചിട്ട് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുകയായിരുന്നു. ഏകദേശം 2024 മെയ് വരെയുള്ള പിറയിലേക്ക് ഒരു വർഷം. കണ്ടശനി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഭാഗ്യത്തിൽ വ്യാഴം നിൽക്കുന്ന സമയത്ത് അവർക്ക് ആ ദോഷം അത്ര അറിഞ്ഞു കാണില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പോൾ ഈ പുതുവർഷത്തിൽ അവരുടെ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ കുറച്ച് സങ്കീർണമായ ഗ്രഹസ്ഥിതി, പ്രത്യേകിച്ച് അവരുടെ തൊഴിലിൽ ചിങ്ങൻ രാശിയിൽപ്പെട്ട മകം, പൂര, ഉത്രത്തിൻ്റെ കാൽഭാഗ നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർ, ചിങ്ങൻ രാശിയിൽപ്പെട്ട ആൾക്കാർ ഏപ്രിൽ മാസം മുതൽക്ക് ഏപ്രിൽ മാസത്തോടുകൂടി വളരെ കഠിനമായ പരീക്ഷണങ്ങൾ ജോലിയിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടുള്ള സമയത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. തൊഴിലിലാണ് പ്രത്യേകിച്ച്. തൊഴിലിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു നിൽക്കക്കളിയില്ലാതെ വരിക എന്ന അവസ്ഥ, മേലധികാരികളുടെ അപ്രീതി, ഓഫീസ് പൊളിറ്റിക്സ്, നമുക്കെതിരെ ഗൂഢാലോചന, നമുക്ക് ഭയം, ജോലി വിട്ടിട്ട് പോകണമെന്ന് തോന്നൽ, അങ്ങനെ ഒരുപാട് ആകുലതകൾ, ആദി വ്യാധിയൊക്കെ ആയിട്ട് പലരൊക്കെ ഒരുപാട് മാനസിക ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ദൈനംദിന ജീവിതത്തിൻ്റെ താളം തെറ്റുക, അങ്ങനെ ചിലർക്കൊക്കെ ആത്മഹത്യാ പ്രേരണ വരെ തോന്നുന്ന ഒരു ദുർഘടം പിടിച്ചൊരു സമയത്തിലൂടെയാണ് ഈ രാശിക്കാർ കഴിഞ്ഞ ഏപ്രിലോടുകൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ ഏകദേശം പലരൊക്കെ തൊഴിൽ മാറിക്കാണും, പലരൊക്കെ ജോലി വേണ്ടെന്ന് വെച്ച് കാണും, പലരൊക്കെ ജോലിയിൽ തന്നെ മറ്റുള്ള എന്തെങ്കിലും വകുപ്പുകളിലേക്ക് ആവശ്യപ്പെട്ട് മാറ്റം വാങ്ങിച്ച് കാണാം. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലൂടെയാണ് ചിങ്ങൻ രാശിക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തു തന്നെ ആയിരുന്നാലും ഇപ്പോൾ ഏകദേശം ഒരു കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ഓഗസ്റ്റ് മാസം, ചിങ്ങമാസം ആരംഭിക്കുന്നതോടുകൂടി കാര്യങ്ങൾക്കൊക്കെ ഒരു ശമനം കിട്ടുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ജോലി മാറാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഒക്ടോബർ 9 തീയതി വ്യാഴത്തിൻ്റെ വക്രഗതിയോടുകൂടി ജോലി മാറുന്ന കാര്യം ആലോചിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു രൂക്ഷമായ ഒരു അവസ്ഥയിലൂടെ പോകുന്നത്. 7 ശനി ഇവർക്കുണ്ട്, കണ്ടകശനിയുണ്ട്. കണ്ടകശനി, അഷ്ടമത്തിൽ രാഹു, 2ാം ഭാവത്തിൽ കേതു, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളോടാണ് ഈ രാശിക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന 4 മാസമായിട്ട് അനുഭവിച്ചു വന്നിരുന്ന അത്ര 4-5 മാസമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇനി ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഒക്ടോബർ 9 തീയതി വ്യാഴത്തിൻ്റെ വക്രഗതിയോടുകൂടി കുറച്ചുകൂടെ കാര്യങ്ങൾ ഒരു അനുകൂലത്തിലേക്ക് വരും. ഇപ്പോൾ തന്നെ കാര്യങ്ങൾ പ്രശ്നങ്ങൾക്ക് ഒരു ശമനം കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾക്കിപ്പോൾ നിലവിൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ, അമ്മയ്ക്കും ജീവിത പങ്കാളിക്കുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ, അമ്മയ്ക്ക് മാത്രമല്ല മാതാപിതാക്കൾക്ക് മുഴുവൻ. പിന്നെ നിങ്ങളുടെ സ്റ്റൊമക്കിന് പ്രശ്നങ്ങൾ, കണ്ണുകൾക്ക് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കാം. ഒരുപാട് ഓഫീസ് പൊളിറ്റിക്സ് കാരണം നമുക്കൊരു ജോലി സ്ഥലത്തൊരു ഏകദേശം ഒരു 10 മാസത്തേക്ക് പ്രത്യേകിച്ച് ഒരു ജോലി സ്ഥലത്ത് ഒരു പുരോഗതി ഉണ്ടാകാൻ സാധ്യതയില്ല.
ഒന്ന് അതിജീവിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. കർമ്മവ്യാഴം പത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൽ കർമ്മവ്യാഴം എന്ന് പറയുന്നത് ജോലി സംബന്ധമായ അരിഷ്ടതകളാണ് ഫലം. അത് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷിക്കാതെ ചിലവുകൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ഈ ടെൻഷനൊക്കെ എല്ലാം കൂടിയിട്ട് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് വിചാരിക്കുന്ന പോലെ പണം ജോലിയിൽ സേവ് ചെയ്യാൻ കഴിയില്ല ഈ ഒരു പീരീഡിൽ. അപ്പോൾ അതുകൊണ്ട് അത് വിഷമിക്കേണ്ട ആവശ്യമില്ല. തൽക്കാലം അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇവരുടെ ഫലം. ഇവർക്ക് സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ ഈ വർഷാവസാനത്തിൻ്റെ ഒരു 3 മാസക്കാലം സർവാഭീഷ്ട സ്ഥാനമായ 11ലേക്ക് വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ഈ കണ്ടകശനിയുടെ ദോഷങ്ങളും ഒക്കെ മാറി വളരെ നല്ലൊരു അനുകൂല സ്ഥിതിയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ പ്രതിസന്ധികൾ താൽക്കാലികം മാത്രം. എന്തായാലും അതിരൂക്ഷമായ സമയം ചിങ്ങരാശിയിൽ അതിജീവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള സമയത്ത് പ്രശ്നങ്ങളിൽ നിന്ന് മാറാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുക അല്ലെങ്കിൽ ശ്രവിക്കുക. തിരുപ്പതി ബാലാജിയെ പ്രാർത്ഥിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയാൻ സഹായിക്കും. അതുപോലെ തന്നെ സുദർശന മഹാമന്ത്രവും നരസിംഹ കവചവും ശ്രവിക്കുക. അത് നമുക്ക് കുറച്ചുകൂടെ ഒരു ബെറ്റർ ഫീലിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ മനസ്സിൽ വയ്ക്കുക, നിങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ടുകൾ കുറച്ച് മാസങ്ങൾക്കേ ഉള്ളൂ. അപ്പോൾ ഈ വർഷം അവസാനത്തോടുകൂടി അനുകൂല ഫലങ്ങൾ കണ്ടു തുടങ്ങും. എന്തായാലും പ്രശ്നബാധിതമായ സമയം ചിങ്ങരാശിക്കാർ അതിജീവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള സമയം ഒന്ന് ശ്രദ്ധാപൂർവ്വം മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഒരു പുതുവർഷം. എന്തായാലും പുതുവർഷം ഒരു ആശ്വാസമായിട്ടാണ് ഈ രാശിക്കാരെ തേടിയെത്തിയിരിക്കുന്നത്. അപ്പോൾ ചിങ്ങരാശിയിൽപ്പെട്ട എല്ലാവർക്കും ഐശ്വര്യവും ശ്രേയസ്സും നിറഞ്ഞൊരു പുതുവർഷം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.